ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പാവപ്പെട്ട രോഗികളായ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകി തിരുവില്ലാമലയിലെ ഷഫീഖ് എന്ന യുവാവ് മാതൃകയായി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ചക്കച്ചൻകാട്ടിൽ താമസിക്കുന്ന രാമചന്ദ്രൻ, ശ്രീദേവി എന്ന ദമ്പതികളുടെ പൊട്ടിപ്പൊളിഞ്ഞ വാസയോഗ്യമല്ലാത്ത വീടിന്റെ അവസ്ഥ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിഞ്ഞ മോനു എന്ന ഷഫീഖ് തന്റെ പിതാവ് തവക്കൽ ബഷീർ ഹാജിയുടെ പേരിൽ സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ഇതിനു മുമ്പും ഷഫീഖ് നിർധനരായവർക്ക് വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പഴയന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ KA മുഹമ്മദ് ബഷീർ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ടീച്ചർ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പ്രകാശൻ, അനീഷ്, ഉണ്ണികൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി മധു ആനന്ദ്, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പള്ളി മഹൽ കമ്മിറ്റി ഇമാം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ ഒരു വീട് നിർമ്മിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നതെന്നും എന്നാൽ ചെറുപ്രായത്തിൽ 2 വീട് നിർമ്മിച്ചു നൽകിയ മോനു യുവതലമുറയ്ക്ക് അഭിമാനമാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. അവിടെ ആയുസിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം ഒരു വീട് പണിയാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ സ്വന്തമായി വീടുള്ളവർ കുറവായിരിക്കും, വീടില്ലാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ ഇന്ത്യയെ പോലൊരു വിശാലമായ ഒരു രാജ്യത്ത് ഒരുപാട് ഭൂപ്രദേശമുണ്ട്, പക്ഷേ സ്വന്തമായി വീട് വെക്കാനുള്ള സ്ഥലമുള്ളവർ വളരെ കുറവാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സർക്കാരിനൊക്കെ വ്യത്യസ്ത ഒത്തിരി പദ്ധതികളൊക്കെ ഉണ്ട്, ഒത്തിരി പദ്ധതികളുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഒത്തിരി പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, ഓരോ സ്കീമുകളും പദ്ധതികളൊക്കെ നിങ്ങൾക്കറിയാതെ. അപ്പം അത്തരമൊരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു വ്യക്തി ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ സംവിധാനത്തിന് ഉപരിയായിട്ടുള്ള. CCV ന്യൂസ്, തിരുവില്ലാമല. തിരുവില്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്ക്